തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അക്രമ രാഷ്ട്രീയം ഒരിക്കൽ കൂടി കേരളത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. കാസർകോട്ട് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിദാരുണമായാണ് കൊല ചെയ്യപ്പെട്ടത്. പ്രതിക്കൂട്ടിൽ CPIM ആണ് എന്നത് ഭരണകക്ഷി കൂടിയായ അവരെ ഏറെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇലക്ഷൻ ഗേറ്റിലേക്ക് സ്വാഗതം. ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം ഇന്ന് ഇലക്ഷൻ ഗേറ്റ് പരിശോധിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് അരികെ വീണ്ടും ചർച്ചയായി അക്രമ രാഷ്ട്രീയം. അണികളെ നിയന്ത്രിക്കാൻ CPIM നേതൃത്വം തയ്യാറാകണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കൊലപാതകികളെ തള്ളിപ്പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ. ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി. കേരള കോൺഗ്രസ് എമ്മിലെ തർക്കം പരിഹരിക്കാൻ സമവായ ശ്രമവുമായി PK കുഞ്ഞാലിക്കുട്ടി. KM മാണിയുമായും PJ ജോസഫുമായും ചർച്ച നടത്തി. ഘടകകക്ഷികൾക്ക് അധിക സീറ്റ് നൽകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ച കോൺഗ്രസ് നേതൃത്വം. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകൾ അടുത്തയാഴ്ച. മഹാരാഷ്ട്രയിൽ BJPയും ശിവസേനയും വീണ്ടും സഖ്യത്തിലേക്ക്. അമിത്ഷാ ഉദ്ധവ് താക്കറെയെ വീട്ടിലെത്തി കണ്ടു. BJP 25 സീറ്റിലും ശിവസേന 23 സീറ്റിലും മത്സരിച്ചേക്കും. ഇരു പാർട്ടികളും സൗഹൃദത്തിലെത്തുന്നത് 3 വർഷത്തിനു ശേഷം. തമിഴകത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് താരയുദ്ധം. രജനീകാന്തിനെ പരിഹസിച്ച കമൽഹാസൻ. മീശ പിരിച്ച് ഗോദയിൽ ഇറങ്ങിയതിനു ശേഷം പോരാട്ടം പിന്നെയാകാമെന്ന് പറയുന്നത് ശരിയല്ല. വിമർശനം മത്സരിക്കാനില്ലെന്ന രജനിയുടെ പ്രസ്താവനയ്ക്കെതിരെ. കാസർകോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പെരിയയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ജന്മനാടായ കല്യാട്ടേക്ക് കൊണ്ടുപോവുകയാണ്. കാസർകോട്ട് നിന്ന് നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായുണ്ട്. നിതിൻ, ഇപ്പോൾ വിലാപയാത്രയ്ക്ക് ശേഷം അത് ജന്മനാട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണോ? എങ്ങനെയാണ് ജന്മനാട് ഈ 2 പ്രവർത്തകർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കും? അനുജ, കൃത്യം 6:30 തന്നെ പെരിയയിലെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. അതിനുശേഷം 15 നേരം അവിടെ പൊതുദർശനത്തിൽ വെച്ച ശേഷമാണ് ഇപ്പോൾ കല്യോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇരുവരുടെയും ജന്മനാടാണ് കല്യോട്. ഇവിടെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരം ഇരുവരുടെയും വീടുകളിലേക്ക് മൃതദേഹം എത്തിച്ച ശേഷം ഒരു സ്കൂളിന് സമീപത്ത്, അതായത് ക്ഷേത്ര സമീപത്ത് ഒരു വളപ്പിൽ ഇരുവരുടെയും മൃതദേഹം ഒരുമിച്ച് ദഹിപ്പിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകുന്ന വിവരം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു ജനങ്ങളുടെ പങ്കാളിത്തം, കൂടാതെ സംസ്ഥാനത്തിന് ഒട്ടാകെയുള്ള, സംസ്ഥാനത്തെ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വൈകാരികമായ ഒരു നിമിഷം എന്ന് പറയേണ്ടിയിരുന്നു. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ 19ഉം 28ഉം വയസ്സുമുള്ള ചെറിയ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ ഇന്നലെ കൊലപ്പെടുത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധ സ്വരമാണ് CPM നേരെ ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി തന്നെയുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു ജനങ്ങളുടെ ഒരു നിര തന്നെയാണ് ഇപ്പോൾ ഈ കല്യോട് മേഖലയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും 8:30 തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്ര സമീപത്ത് ഒരു വളപ്പിൽ വെച്ചുകൊണ്ടാണ് ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൃത്യം 6:30 തന്നെ പെരിയയിൽ എത്തിച്ചു. അതിനുശേഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഏതാണ്ട് 15 മിനിറ്റ് നേരമാണ് മൃതദേഹം അവിടെ പൊതുദർശനത്തിൽ വെച്ചത്. നിലവിൽ കല്യാട്ടെ ശരത്ലാലിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ കൃപേഷിൻ്റെ വീട്ടിലേക്കും ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോവുകയാണ്. നാട്ടുകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഒന്നടങ്കം തന്നെ വലിയ രീതിയിലുള്ളൊരു ജനപങ്കാളിത്തം ഈ ഒരു മേഖലയിലുണ്ടായി. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു, സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഇന്ന് കല്യോട്ടെ ഈ ഒരു നാട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഹൃദയഭേദകമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അനുജ, കാസർകോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജന്മനാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. പേരിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ജന്മനാടായ കല്യാട്ടേക്ക് കൊണ്ടുപോവുകയാണ്. 8:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നിതിൻ അംബുജൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർകോട്ടുണ്ടായ ഈ ഇരട്ട കൊലപാതകം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. CPIMനെയാണ് ഇത് വലിയ രീതിയിൽ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നതും. തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെയായിരിക്കും പാർട്ടിയെ ബാധിക്കുക? ഇലക്ഷൻ ലീഡ് പരിശോധിക്കും. കാസർകോട്ടെ ഇരട്ടക്കൊലപാതകത്തോടെ CPIM പ്രതിരോധത്തിലായി. BJPയുടേത് അക്രമ രാഷ്ട്രീയമെന്ന് CPIM ആവർത്തിക്കുന്നതിനിടെയാണ് കാസർകോട്ടെ കൊലപാതകം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ചോരയുണങ്ങാതെ കേരള രാഷ്ട്രീയം. പ്രതിസ്ഥാനത്ത് CPIM-ഉം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനും TV രാജേഷ് MLA-ക്കും CBI കൊലക്കുറ്റം ചുമത്തിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നതേയുള്ളൂ. ഇതിനു പിന്നാലെ നടന്ന കൊലപാതകങ്ങൾ CPIM-നെ ന്യായീകരണമില്ലാതാക്കി.
കൊലപാതകികളെ തള്ളിപ്പറയാനും പ്രാകൃതമെന്ന് വിശേഷിപ്പിക്കാനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ രംഗത്തിറങ്ങിയത് ഈ സാഹചര്യത്തിലാണ്. ഇതിനകത്ത് CPMന്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ CPMന്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. ശബരിമല വിഷയത്തിൽ തെരുവിലിറങ്ങിയ BJPയെ അക്രമികൾ എന്ന് വിശേഷിപ്പിച്ച CPIMനെ തിരിഞ്ഞുകൊത്തുകയാണ് പുതിയ സംഭവം. ആരാണ് അക്രമികൾ, ആരാണ് ചോര ചിന്തുന്നവർ എന്ന എതിരാളികളുടെ ചോദ്യത്തിനു മുന്നിൽ മറുപടിയില്ലാതായിരിക്കുന്നു CPIM നേതൃത്വത്തിന്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CPIMന് ഏറെ വിയർക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. വിശദാംശങ്ങളുമായി ദിലീപ് കുമാർ ഉണ്ട്. ദിലീപ്, നമുക്കറിയാം മട്ടന്നൂർ ഷുഹൈബിന്റെ വധം കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷം പിന്നിടുമ്പോൾ അടുത്ത 2 പേരെയാണ് ഇപ്പോൾ കൊലക്കത്തിക്കിരയാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇത് അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് CPIMനെ തന്നെയാണ്. വലിയ വിമർശനമാണ് പാർട്ടി ഇപ്പോൾ നേരിടുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കം അതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. എത്രയധികം പ്രതിരോധത്തിലാണ് ഭരണകക്ഷി കൂടിയായ CPIM ഈ ഘട്ടത്തിൽ? അനുജ, CPIMനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ആ പാർട്ടിയും അതിൻ്റെ നേതൃത്വം. പ്രത്യേകിച്ച് കാസർഗോട്ട് ഈ ഇരട്ട കൊലപാതകത്തോടുകൂടി പ്രതിസ്ഥാനത്തായിരിക്കുന്നത് CPM ആണ്. അടുത്ത കാലം വരെ CPM മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ആണ് കേരളത്തിൽ അക്രമ സംഭവങ്ങൾക്ക് വഴിമരുന്നിടുന്നത് എന്നാണ് വിമർശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ CPIMനെ സംബന്ധിച്ച് ഇപ്പോൾ ആ ആരോപണം തിരിഞ്ഞുകൊത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആരാണ് ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത്, ആരാണ് ഇത്തരം മനുഷ്യ രക്തം ചിന്തുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാനാകാതെ CPIM നേതൃത്വം നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ CPIMനെ സംബന്ധിച്ച് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ ഏറെ വിയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ മുതൽ തന്നെ CPIMന്റെ കൊലപാതക രാഷ്ട്രീയം വലിയ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ വധക്കേസിലാകട്ടെ, മറ്റ് പല രാഷ്ട്രീയ കൊലപാതക കേസുകളിലാകട്ടെ, ഒരു ഭാഗത്ത് CPIM എന്ന നിലയിലായിരുന്നു കേരളത്തിലെ കഴിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്ക് നോക്കിയാൽ. മറുഭാഗത്ത് പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാകാം. BJPയുടെ പ്രവർത്തകരുണ്ടാകാം, കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ടാകാം, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ടാകാം. പക്ഷേ മറുവശത്ത് CPIM എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നെങ്കിലും ഇതൊന്നും തന്നെ, ഇക്കാര്യങ്ങളിലൊന്നും തങ്ങൾക്ക് പങ്കില്ല എന്ന നിലപാട് CPIM നേതൃത്വം അപ്പോഴൊക്കെ ആവർത്തിച്ചെങ്കിൽ ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയോടുകൂടി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ സംഭവത്തിൽ CPIMന്റെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല, അവർക്കെതിരായി കർശനമായ നടപടിയെടുക്കും, പോലീസ് മുഖം നോക്കാതെ ഇവർക്കെതിരായി ശക്തമായ നടപടിയെടുക്കണം എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി CPIM ആസ്ഥാനമായ AKG സെന്ററിന് മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറയേണ്ടി വന്നത് ആ പാർട്ടിക്കെതിരായി വലിയ തോതിലുള്ള വിമർശനവും വലിയ തോതിൽ ആക്രമണവും ഇതുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ CPIMനെ ഈ വിഷയത്തിൽ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയതും CPIMന് ഇക്കാര്യത്തിലുള്ള CPIM പ്രവർത്തകർക്ക് പങ്കുണ്ട് എന്ന വിമർശനത്തെ ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് സംസാരിക്കേണ്ടി വന്നതും അതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയും DGPക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നിർദ്ദേശം നൽകി. LDFന്റെ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജാഥ ഈ കൊലപാതക രാഷ്ട്രീയം, ഈ കൊലപാതക സംഭവം അരങ്ങേറിയ കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഇരട്ട കൊലപാതകങ്ങൾ നടന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ജാഥ തെക്കൻ കേരളത്തിൽ ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കേണ്ട ജാഥയാണ്. പാരിപ്പള്ളിയിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്ന ജാഥയായിരുന്നു. കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തേണ്ട ജാഥയായിരുന്നു. പക്ഷേ ഇരു ജാഥകളും അതിൻ്റെ ഇന്നത്തെ പര്യടനം റദ്ദാക്കുകയാണ് ചെയ്തത്. ഇന്ന് ജാഥയുമായി മുന്നോട്ട് പോയാൽ കൂടുതൽ ജനരോഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ് ഈ LDFൻ്റെയും വിശിഷ്യ CPIMൻ്റെയും നേതൃത്വം ജാഥ റദ്ദാക്കുന്നതിന് പോലും തയ്യാറായിക്കൊണ്ട് വന്നത്. അത്തരത്തിലുള്ള വലിയ ജനരോഷവും വലിയ പ്രതിരോധവുമാണ് CPIM നേതൃത്വം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. ദിലീപ്, ഈ ഘട്ടത്തിൽ ദിലീപ് സൂചിപ്പിച്ചതുപോലെ കേരള രക്ഷായാത്ര പാർട്ടി നടത്തുന്നൊരു ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഈ കൊലപാതകം ഇപ്പോൾ തന്നെ അത് കോൺഗ്രസ് അങ്ങേയറ്റം അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. BJP ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വലിയൊരു വിമർശനം മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇനി എന്താണ് CPIM കൈക്കൊള്ളാൻ പോകുന്ന മാർഗം എന്നത് അത് എത്രത്തോളം നിർണായകമാകും? തീർച്ചയായും ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊരു നീക്കം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന്, പാർട്ടിയിൽപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ വച്ചുപൊറിപ്പിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ. ഇനി അവർ കൈക്കൊള്ളാൻ പോകുന്ന നീക്കം എന്നത് എത്രത്തോളം നിർണായകമാകും?
അനുജ, ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ CPIM-ൻ്റെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജാഥകൾ സംസ്ഥാനത്ത് പര്യടനം നടത്തുകയാണ്. 2 മേഖലാ ജാഥകളാണ് പര്യടനം നടത്തുന്നത്. ഇതിനിടയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വിവരിച്ചത് ഈ കൊലപാതകം രാഷ്ട്രീയ വിവരക്കേടാണ്. ഇത്തരത്തിലൊരു ജാഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകത്തിന് ആരെങ്കിലും പാർട്ടിക്കാർ മുതിരുമോ എന്ന ചോദ്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മുന്നോട്ട് വെച്ചത്. അതായത് CPM-നെ സംബന്ധിച്ച് വലിയ തോതിൽ ഭരണനേട്ടം, നവോത്ഥാനം, ഇങ്ങനെയുള്ള ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ച നിലപാട്, വനിതാ മതിലിൻ്റെ വിജയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ജാഥകൾ പര്യടനം നടത്തുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്, 2 ചെറുപ്പക്കാരുടെ ദാരുണമായ കൊലപാതകം നടന്നത്, അത് CPIM പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ഇത് ഇടതുമുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് ഇത്തരത്തിലുള്ള ജാഥയിലൂടെ എന്തെങ്കിലും നേട്ടം CPIM ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയായിപ്പോയി എന്നത് തന്നെയാണ് CPIM നേതൃത്വം ഇതിനെ വിലയിരുത്തുന്നത്. അതാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകളിലൂടെ ഇന്ന് പ്രകടമായതും. ഏതായാലും CPIM-ന് ഇക്കാര്യത്തിൽ ഇനി ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ ഇതിനി മറികടക്കാം? ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രതിസ്ഥാനത്ത് CPIM എന്ന ഒരു മോശം പ്രതിച്ഛായ CPIM-ന് മേൽ വന്നു പതിച്ചത് എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ച് CPIM നേതൃത്വം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്തോറും ഇതിൽ നിന്നും മറികടക്കാൻ ഏറെ ക്ലേശിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വലിയ പ്രതിരോധത്തിലാണ് CPIM അകപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിൽ എങ്ങനെയായിരിക്കാം ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് CPIM ഇനി രംഗത്തേക്ക് ഇറങ്ങുക എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകവും. കേരള കോൺഗ്രസ് എമ്മിലെ തർക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ചാ വിഷയമാവുകയാണ്. UDF-ലെ ട്രബിൾ ഷൂട്ടർ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി അറിയപ്പെടുന്നത്. ഈ വിഷയത്തിലും PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. K മാണിയുമായും PJ ജോസഫുമായും കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തി. UDF ഒറ്റക്കെട്ടാണെന്നും പ്രശ്നങ്ങളില്ല എന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമോ എന്നത് കാത്തിരുന്നു കാണാം. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് UDF. ഇതിനിടയിൽ കീറാമുട്ടിയായി നിൽക്കുന്നു കേരള കോൺഗ്രസിന്റെ സീറ്റ് തർക്കം. 2ാം സീറ്റ് വേണമെന്ന നിലപാടിൽ നിന്ന് PJ ജോസഫ് പിന്നോട്ട് പോയിട്ടില്ല. തർക്കം കടുത്ത വിഭാഗീയതയ്ക്ക് വഴിവെക്കുന്നതിനിടെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ. KM മാണിയുമായും PJ ജോസഫുമായും കുഞ്ഞാലിക്കുട്ടി വെവ്വേറെ ചർച്ച നടത്തി. സൗഹൃദ സന്ദർശനം മാത്രമാണെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയം ചർച്ചയായെന്നും വെളിപ്പെടുത്തി. എന്നാൽ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു പറഞ്ഞില്ല. മാണി സാറിനെയും അതുപോലെ തന്നെ ജോസ് കെ മാണിയും കണ്ടു, അതേപോലെ തന്നെ PJ ജോസഫിനെ കണ്ടു. അതൊക്കെ ഞങ്ങൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങളും അന്തരീക്ഷവും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. സൗഹൃദ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം ചെലവഴിച്ചു, അത്രയേ ഉള്ളൂ. UDF-ൽ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. 3ാം സീറ്റ് വേണമെന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ ഘടകകക്ഷികൾക്ക് അധിക സീറ്റ് നൽകാനാവില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. സീറ്റ് വിഭജനം സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ അടുത്തയാഴ്ച കൊച്ചിയിൽ നടക്കും. 24 തിരുവനന്തപുരം. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ്. കോൺഗ്രസിൽ ഇനിയും വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഒരു സമവായമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ നിരവധി പേർ മത്സരിക്കാൻ താൽപര്യമറിയിച്ച് രംഗത്ത് വന്നത് നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. 20ഓടെ പ്രാഥമിക പട്ടിക തയ്യാറാകും എന്നിരിക്കെ അവസാന ലാപ്പിലും ചരടുവലികൾ സജീവമാണ് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. വയനാട്ടിലേക്ക് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തിയേക്കുമെന്ന സൂചനയും ഉണ്ട്. വയനാട്ടിൽ ഇത്തവണ പാർട്ടി പരിഗണിച്ചേക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് AICC അംഗവും മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ റോസക്കുട്ടി ടീച്ചർ. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച് പരിചയമുള്ള തനിക്ക് മണ്ഡലത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. വയനാട്ടിൽ നിന്നുള്ള ഒരു പരിഗണന, വയനാട് മേഖലയിൽ നിന്ന്, വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു വ്യക്തി പോകണമെന്നുള്ള ഒരു ചിന്ത പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന യൂത്ത് കോൺഗ്രസ് പ്രമേയത്തെ അനുകൂലിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ വികാരങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടാകണമെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് KSU യൂത്ത് കോൺഗ്രസ് കുട്ടികൾ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിനും വയനാട്ടിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ട്. പാർട്ടി പറഞ്ഞാൽ വയനാട് സീറ്റിൽ മത്സരിക്കുമെന്ന് VV പ്രകാശും വ്യക്തമാക്കി. ഇതിനിടെ വയനാട്ടിലേക്ക് ഇതുവരെ ഉയർന്നു കേൾക്കാത്ത ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തിയേക്കുമെന്ന സൂചനയുമുണ്ട്. നിഖിൽ പ്രമേഷ്, 24 വയനാട്. ഇനി ഇലക്ഷൻ പിച്ച്.
ഉത്തർപ്രദേശിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ മാസം അവസാനം തുടക്കമാകും. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ നിന്നായിരിക്കും പ്രിയങ്കയുടെ പ്രചാരണത്തിന് തുടക്കമാവുക എന്നാണ് വിവരം. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉത്തർപ്രദേശിൽ നിന്നുള്ള സൈനികരുടെ വീടുകളും പ്രിയങ്ക സന്ദർശിക്കും. ലക്നൌവിൽ നിന്ന് സവാദ് മുഹമ്മദ് വിശദാംശങ്ങളുമായുണ്ട്. സവാദ്, ഉത്തർപ്രദേശിൽ BJP തകർന്നടിയുമെന്ന സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വശത്ത് BSP SP കൂട്ടുകെട്ട്, മറ്റൊരു വശത്ത് BJP, മറുവശത്ത് കോൺഗ്രസ്. അത്തരത്തിൽ ഒരു പോരാട്ടത്തിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് രാജ്യത്താകമാനം കോൺഗ്രസിന് വലിയ ഉണർവ് പകർന്നു നൽകിയിട്ടുണ്ട്. ഇത് തീർച്ചയായും കോൺഗ്രസുമായി ഒരു തരത്തിലും ഒരു അടുപ്പം ഉണ്ടാക്കില്ല എന്ന് ഇതുവരെ പറഞ്ഞിരുന്ന BSP SP കേന്ദ്രങ്ങളിലും ഒരു പുനർവിചിന്തനത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണോ? കോൺഗ്രസുമായി ഒരു ധാരണയിലേക്ക് എത്തുന്നതിനെക്കുറിച്ചൊക്കെ ഈ ഘട്ടത്തിൽ അവർ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും അനുജ, നമ്മൾ നേരത്തെ കണ്ടതാണ് ലക്നൌവിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവും അവർ നടത്തിയിട്ടുള്ള ശക്തി പ്രകടനവും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും സംയുക്തമായി നടത്തിയിട്ടുള്ള റോഡ് ഷോ വലിയ വിജയമായിരുന്നു. അത് ഉത്തർപ്രദേശിലെ മുഴുവൻ കോൺഗ്രസ് അണികളെയും പ്രവർത്തകരെയും വലിയ രീതിയിൽ ആവേശത്തിലാക്കുകയും ഇളക്കിമറിക്കുകയും ചെയ്തു. അതിനുശേഷം 4 ദിവസം നീണ്ടുനിന്ന മാരത്തോൺ കൂടിക്കാഴ്ചകൾ കിഴക്കൻ ഉത്തർപ്രദേശിലെ പ്രവർത്തകരുമായും നേതാക്കളുമായും പുലർച്ചെ 5 മണിവരെ നീണ്ടു നിൽക്കുന്ന കൂടിയാലോചനകളും ചർച്ചകളും പ്രിയങ്ക ഗാന്ധി നടത്തി. അതിനുശേഷം അവർ ഡൽഹിയിൽ തിരിച്ചെത്തി. ഇതിനുശേഷം അവർ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രചാരണത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കടക്കുമ്പോൾ തീർച്ചയായും ഏവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് BSP SP സഖ്യത്തിനും അതുപോലെ തന്നെ BJPക്കും ഏത് തരത്തിലാണ് വെല്ലുവിളി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇവരുടെ സാന്നിധ്യം, അതായത് പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചാരണമായി മുന്നോട്ട് പോവുകയും കോൺഗ്രസ് കൂടുതൽ ശക്തിയോടുകൂടി പ്രചാരണത്തിൽ ഇറങ്ങുകയും ചെയ്യുമ്പോൾ ആരുടെ വോട്ട് ബാങ്കിലായിരിക്കും പ്രിയങ്ക വിള്ളൽ സൃഷ്ടിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് SP BSP സഖ്യത്തിന് ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ്. കാരണം നമ്മൾ ഇന്ന് ഉത്തർപ്രദേശിൽ യാത്ര ചെയ്യുമ്പോൾ പല മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലും യാത്ര ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തീർച്ചയായും കോൺഗ്രസ് ഒരു മത്സരത്തിൽ ശക്തമായി ഉണ്ട് എന്ന ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ഉത്തർപ്രദേശിലെ പ്രവർത്തകരിൽ നിന്ന്, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. പ്രിയങ്കയുടെ വരവ് അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് SP BSP സഖ്യത്തിനോടൊപ്പം പോകണമോ അതോ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായി വരുന്ന കോൺഗ്രസിനെ പിന്തുണക്കണമോ എന്ന ഒരു ആശയക്കുഴപ്പം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനർത്ഥം ഈ BSP SP വോട്ട് ബാങ്കുകളിലേക്ക് കോൺഗ്രസ് കടന്നു കയറിയേക്കാം, അത് അവർക്കൊരു ക്ഷീണമുണ്ടാക്കിയേക്കാം എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഈ ഒരു തിരിച്ചറിവ് SP BSP സഖ്യത്തിന് ഉണ്ടായാൽ ഒരു പക്ഷേ ഒരു രഹസ്യ ധാരണ ഏതാനും സീറ്റുകളിലേക്കെങ്കിലും ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചില ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പെട്ടെന്നൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാത്തിരുന്ന് കാണാം എന്നൊരു തീരുമാനത്തിലാണ് SP BSP നേതൃത്വം ഉള്ളത്. ഇനിയിപ്പോൾ ഉത്തർപ്രദേശിലെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ മാസം അവസാനം തുടക്കമാകുമ്പോൾ എത്തരത്തിലേക്കായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ രൂപപ്പെടുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണെന്നാണ് സവാദ് മുഹമ്മദ് ലക്നൌവിൽ നിന്ന് നൽകുന്ന വിവരം. മഹാരാഷ്ട്രയിൽ BJPയും ശിവസേനയും വീണ്ടും സഖ്യത്തിലേക്ക്. പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി അമിത്ഷാ ഉദ്ധവ് താക്കറെ വീട്ടിലെത്തി കണ്ടു. സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയായി എന്നാണ് സൂചന. BJP 25 സീറ്റിലും ശിവസേന 23 സീറ്റിലും മത്സരിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയായിട്ടുണ്ട്. ലിജോ വർഗീസ് വിശദാംശങ്ങളുമായി. ലിജോ, മുൻപൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ കാര്യത്തിൽ പിണങ്ങിയത്, പിന്നീട് അത് എത്ര രൂക്ഷമായ ഒരു വിമർശനത്തിലേക്കാണ് ശിവസേനയുടെ ഭാഗത്തു നിന്ന് BJPക്കെതിരെ പോയത് എന്നതൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? 50-50 ഏകദേശം അതേ രീതിയിൽ തന്നെ സീറ്റ് വിഭജനത്തിലേക്കൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുമോ? അത്തരത്തിൽ ഒരു സമവായം എന്നതിനപ്പുറത്തേക്ക് ശിവസേനയുടെ സമ്മർദ്ദങ്ങൾക്ക് BJP വഴങ്ങി എന്ന് പറയുന്നതാവും കുറെ കൂടെ രാഷ്ട്രീയമായി ശരിയാവുക. കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി ശിവസേന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ധവ് താക്കറെയുമായി ഇന്നിപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച അവസാന കാര്യങ്ങൾ പറയുമെന്നാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ശിവസേനയിൽ നിന്നും BJPയിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ 20 സീറ്റുകളിലാണ് ശിവസേന മഹാരാഷ്ട്രയിൽ മത്സരിച്ചത്. 48 സീറ്റുകളാണ് മുഴുവനായും ഉള്ളത്.
അതിൽ 18 സീറ്റുകൾ ശിവസേന വിജയിച്ചു. 24 സീറ്റുകളിലാണ് BJP മത്സരിച്ചത്. അതിൽ 23 സീറ്റുകളിൽ വിജയിക്കാൻ BJPക്ക് കഴിയുകയും ചെയ്തു. ഇത്തവണ 25 സീറ്റുകളിൽ BJPയും അതുപോലെ തന്നെ 23 സീറ്റുകളിൽ ശിവസേനയെ മത്സരിക്കാനുള്ള ഏകദേശ ധാരണയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റിൽ മാത്രമാണ് BJP അധികം മത്സരിക്കുന്നത്. എന്നാൽ 3 സീറ്റുകൾ അധികം ശിവസേനയ്ക്ക് നൽകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒറ്റയ്ക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും BJPയും മത്സരിച്ചെങ്കിൽ ഇത്തവണ 288 നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള മത്സരത്തിൽ 144 എന്ന നിലയ്ക്ക് പകുതി 50-50 എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശിവസേനയെ ഉയർത്തിക്കാട്ടുന്ന തരത്തിലേക്ക് ഉള്ള ചർച്ചകൾ വരെ എത്തി. ഇപ്പോൾ തീർച്ചയായും ലിജോ, ഇങ്ങനെ ഒരു സഖ്യത്തിലേക്ക് ഒരൊറ്റ കാര്യം കൂടി, ഇങ്ങനെ ഒരു സഖ്യത്തിലേക്ക് ഇവർ വരുമ്പോൾ അത് തീർച്ചയായും കോൺഗ്രസ് NCP സഖ്യത്തിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനൊരു സഖ്യം രൂപപ്പെട്ടു വരുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഘടകമല്ലേ? വളരെ ചുരുക്കി. തീർച്ചയായും ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമാണ്. ശിവസേനയും BJPയും ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും മറാത്ത്വാദ ഭാഗങ്ങളിലുള്ള ആ റീജിയനിലുള്ള മുഴുവൻ സീറ്റുകളിലും BJPക്കും ശിവസേനയ്ക്ക് ആ സഖ്യത്തിന് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പ്രശ്നമായി തന്നെയായിരിക്കും NCPക്കും കോൺഗ്രസിനും ഉണ്ടാവുക. താരതമ്യേന 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP കോൺഗ്രസിന് വലിയ തരത്തിലൊരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ ആ മറാത്ത്വാദ വികാരം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി വലിയ തരത്തിൽ മഹാരാഷ്ട്രയിൽ BJPയും ശിവസേനയും വീണ്ടും സഖ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി അമിത്ഷാ ഉദ്ധവ് താക്കറെ വീട്ടിലെത്തി കണ്ടു. സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയായി എന്നാണ് സൂചന. അതിനിടെ കോൺഗ്രസ് NCP സഖ്യത്തിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു സഖ്യം കൂടി രൂപപ്പെട്ടു വരുമ്പോൾ അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകം കൂടിയാണ്. തമിഴ് ചലച്ചിത്ര ലോകത്തെ അതികായരായ രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ 2017 മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. 2018 ഫെബ്രുവരി 21 മധുരയിൽ വെച്ച് കമൽഹാസൻ മക്കൾ നീതി മയ്യം എന്ന തന്റെ പാർട്ടിയുടെ രൂപീകരണം പ്രഖ്യാപിച്ചു. DMK ഇടതു നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു കമൽഹാസന്റെ പ്രഖ്യാപനം. പിണറായി വിജയനും കമൽഹാസന് പിന്തുണ നൽകിയിരുന്നു. രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനം നടത്തിയ രജനീകാന്ത് ആകട്ടെ സ്വന്തമായി പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അധികാരമോഹമല്ല, നിലവിലെ രാഷ്ട്രീയ രീതികളിലുള്ള അതൃപ്തിയാണ് ഇതിന് കാരണമെന്നാണ് രജനീകാന്ത് പറഞ്ഞത്. യുദ്ധത്തിലിറങ്ങിയാൽ വിജയിക്കണമെന്ന നിലപാട് പ്രഖ്യാപിച്ച രജനി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നുമായിരുന്നു രജനീകാന്തിന്റെ പരാമർശം. 2018 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന രജനീകാന്തിന്റെ ഈ പരാമർശത്തെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് കമൽഹാസൻ രംഗത്ത് വന്നത്. മീശ പിരിച്ച് ഗോദയിൽ ഇറങ്ങിയതിന് ശേഷം പോരാട്ടം പിന്നെയാകാമെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. ചെന്നൈയിലെ ഒരു കോളേജിൽ നടന്ന സംവാദ പരിപാടിയിലായിരുന്നു കമൽഹാസന്റെ പരാമർശം. ശരീരം മുഴുവൻ എണ്ണയിട്ട് തുടയ്ക്കടിച്ച് നിന്ന ശേഷം ഇന്ന് മല്ലയുദ്ധത്തിനില്ല എന്നും നാളെ വരാമെന്നും ഗുസ്തിക്കാർ പറയരുത് എന്നായിരുന്നു കമൽഹാസന്റെ പരാമർശം. അങ്ങനെ സംഭവിച്ചാൽ അവർ കോമാളികളാകും. ഇലയിട്ടതിനു ശേഷം ഭക്ഷണം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് പന്തിയിലിരുന്നതെന്ന ചോദ്യം ഉണ്ടാകുമെന്നും കമൽ പറഞ്ഞു. കക്ഷി വേറെ ആരംഭിച്ചിട്ട് ഇല്ലെങ്കിൽ அப்படின்னு எண்ணெயெல்லாம் பூசிக்கிட்டு லங்கோட்டியெல்லாம் கட்டிக்கிட்டு மீசையெல்லாம் முறுக்கிட்டு கோதா கிட்ட போயிட்டு இன்னைக்கு இல்லைங்க நான் அப்புறம் நாளைக்கு வரேன்னு சொன்னால் மதிக்க மாட்டாங்க. തന്റെ ലക്ഷ്യം നിയമസഭയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും ഇന്നലെ രജനീകാന്ത് പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ല എന്നും സൂപ്പർ താരം പറഞ്ഞിരുന്നു. ഇതിനോട് പരോക്ഷമായി പ്രതികരിക്കുകയായിരുന്നു കമൽഹാസൻ. മക്കൾ നീതി മയ്യത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ യോഗങ്ങൾ സംഘടിപ്പിച്ച് നടത്തുന്ന പ്രചാരണങ്ങളെ അനുകരിച്ച് ഗ്രാമസഭകൾ നടത്തിയ DMKയെയും കമൽഹാസൻ പരിഹസിച്ചു. ദശകങ്ങളായി ഇവിടെ ഗ്രാമസഭകളുണ്ട്. എന്നാൽ താൻ ഗ്രാമസഭകൾ നടത്താൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ അത് കോപ്പിയടിക്കുകയാണെന്ന് കമൽഹാസൻ പറഞ്ഞു. നിയമസഭയിലായാലും തെരുവിലായാലും താൻ കീറിയ ഷർട്ടുമായി നിൽക്കില്ല എന്നും കീറിയാൽ പുതിയ ഷർട്ട് വാങ്ങി ധരിക്കുമെന്നും സ്റ്റാലിനെ പരിഹസിച്ച് കമൽഹാസൻ പറഞ്ഞു. മുൻപ് നിയമസഭയിലുണ്ടായ സംഘർഷത്തിൽ കീറിയ ഷർട്ടുമായി പുറത്തുവന്ന് പ്രതിഷേധിച്ച സ്റ്റാലിൻ വാർത്ത സൃഷ്ടിച്ചിരുന്നു. சட்டையெல்லாம் கிழிச்சிக்கிட்டு தெருவில் நிற்க முடியாது. நான் அசம்பிளியில் கூட சட்டையெல்லாம் கிழிச்சிட்டு நிற்க மாட்டேன். அப்படி கிழிஞ்சு போச்சுனாலும் வேற சட்டை மாத்திக்கிட்டு ஒழுங்கா வெளியே வருவேன். ഇലക്ഷൻ ഡെസ്ക് 24. ഇലക്ഷൻ രംഗത്തു നിന്നുള്ള കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി ഇലക്ഷൻ ഗേറ്റ് വീണ്ടും നാളെ. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.